ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവസാനമായി സഹോദരരെ, സന്തോഷിക്കുവേൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവേൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവേൻ, ഏക മനസ്സായിരിക്കുവേൻ, സമാധാനത്തിൽ ജീവിക്കുവേൻ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് കൊടുക്കുന്ന വലിയ ഒരു ആഹ്വാനമാണ് ഇത്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരാഹ്വാനം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരാഹ്വാനം ഇതുതന്നെയാണ്. കാരണം ഇന്ന് ക്രൈസ്തവർക്കിടയിൽ പലതരത്തിലുള്ള ഭിന്നിപ്പും കലഹങ്ങളും കാണുന്നുണ്ട്. സമാധാനമില്ല, ശാന്തിയില്ല, സ്വസ്ഥതയില്ല. ഇവിടെ നാം ആദിമ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. വിശ്വസിക്കുന്നവരുടെ കൂട്ടം ഒരാത്മാവും ഒരു ഹൃദയവുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് പലപ്പോഴും ഇന്നത്തെ കൂട്ടായ്മകളിൽ ദൈവസാന്നിധ്യം, ദൈവകൃപ പ്രകടമാകാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവർക്കിടയിൽ പ്രാവർത്തികമാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.